ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നിഫ്റ്റി ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആയേക്കുന്നത്. ഗ്യാപ്പ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അത് മുകളിൽ റെസിസ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഡൗൺ സൈഡ് മൂവ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രേഡ് എടുക്കും. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 22,200 ആണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മാർക്കറ്റിൽ സെല്ലേഴ്സിൻ്റെ എസ് എൽ ഇല്ല. കാരണം സെല്ലേഴ്സൊക്കെ ഓൾറെഡി ഇന്നലെ തന്നെ പോയിട്ടുണ്ടാവും. ബയേഴ്സിൻ്റെ എസ് എൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എടുക്കാനായിട്ട് മാർക്കറ്റ് എന്തായാലും ഒരു ഡൗൺ മൂവിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് നോക്കാം ഈ ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യുന്നുള്ളത് നോക്കിയിട്ട് നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് നമുക്കെടുക്കാം. എന്തായാലും മാർക്കറ്റ് ആ വൈറ്റ് സ്പോട്ടിൽ നിന്ന് അത് റെസിസ്റ്റൻസ് ലെവലാണ്. ആ റെസിസ്റ്റൻസ് നമുക്ക് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് ഐഡൻറ്റിഫൈ ആയിട്ട് നോക്കാം. ഞാൻ 20,000 എടുത്ത് 22,200 എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു ചെറിയ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, എൻ്റെ നോർമൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കർ ടെർമിനലിൽ എന്തോ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. എന്തോ ഒരു ടെക്നിക്കൽ എറർ ഇറങ്ങി ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതിപ്പോഴും ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനപ്പോൾ എൻ്റെ ഒരു ടെസ്റ്റിംഗ് അക്കൗണ്ട് ഉണ്ട്, ചെറിയൊരു അക്കൗണ്ട്. അതിനകത്ത് ഒരു ചെറിയ ട്രേഡ്, അത് കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊരു ചെറിയ ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു 100 ക്വാണ്ടിറ്റി എങ്ങാനും എടുക്കാൻ പറ്റുമെങ്കിൽ അതിനകത്ത് എടുക്കാം. അതിനുള്ളിനകത്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഈ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇന്നത്തെ CPR വൈറ്റ് CPR ആണ്. CPR ഡൗൺ സൈഡാണ്, ഡൗൺവേർഡാണ്. അപ്പം വലിയ മൂവ്മെൻ്റ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ശരിക്കും മാർക്കറ്റ് ആ CPR വരാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷെ അത്രയും നമ്മൾ ഹോൾഡ് ചെയ്യത്തില്ല. അത്രയും ഹോൾഡ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു കപ്പാസിറ്റി ഡെവലപ്പായിട്ടില്ല. നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യും. നോർമൽ നമ്മൾ എടുക്കുന്ന പോയിൻ്റ് എക്സിറ്റ് ചെയ്യും. നോക്കാം. അവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം, നമുക്ക് ട്രേഡ് എൻ്റർ ചെയ്യാം. ഇതെൻ്റെ നോർമൽ ടെർമിൽ. ഇതിനകത്ത് എനിക്ക് പൊസിഷൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. $22,200 ആണ് എൻട്രി ചെയ്തേക്കുന്നത്. എന്തായാലും ഈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഓപ്പൺ വരെ എന്തായാലും ഒരു ഡൗൺ മൂവ് നമുക്ക് എന്തായാലും കിട്ടും. അത് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. എന്തായാലും നല്ലൊരു ക്യാൻഡിൽ തന്നെയാണ് വരുന്നത്. ഇവിടുന്ന് ഈ ക്യാൻഡിൽ റിവേഴ്സ് ചെയ്യാതിരുന്നാൽ മതി. ഇതിന് ഫോളോ ത്രൂ ക്യാൻഡിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പോയിൻറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് എന്തായാലും ഗ്രീനിൽ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നോക്കാം, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്കൊരു ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. അതിന് ഫോളോ ത്രൂ ക്യാൻഡിലും വന്നിട്ടുണ്ട്. നല്ലൊരു ഡൗൺ മൂവ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാർഷ്യൽ പ്രോഫിറ്റ് ഒന്ന് ബുക്ക് ചെയ്യണ്ടെങ്കിൽ ഞാനൊരു 50 ക്വാണ്ടിറ്റിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്ത പൊസിഷൻ നിങ്ങളെ സെപ്പറേറ്റ് ടെർമിനലിനകത്ത് കാണിച്ചു തരാം. കാരണം നോർമലി എടുക്കുന്നതിനകത്ത് എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതിനകത്ത് അത് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു നല്ലൊരു ക്യാൻഡിലും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല പോയിൻറ്റ്സ് കിട്ടുകയും ചെയ്യും. നമ്മൾ ടാർഗറ്റും എത്തും. നമ്മുടെ ബാക്കിയുള്ള ക്വാണ്ടിറ്റി നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. നല്ലൊരു ഡൗൺവേർഡ് മൂവ് തന്നെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. നമ്മുടെ എൻട്രി ഇന്ന് കറക്റ്റായിരുന്നു. നമ്മുടെ നോർമൽ ടെർമിനൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല എമൗണ്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയേനെ. നല്ലൊരു ട്രേഡായിരുന്നു. അവിടെ ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്, 20 MIയുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിന് താഴ്ത്തു വരാത്ത. അത് ബ്രേക്ക് ചെയ്താൽ നമ്മുടെ CPR വരെ എന്തായാലും മാർക്കറ്റ് വരും. പക്ഷേ സിംഗിൾ ക്യാൻഡിൽ അങ്ങനെ ഫോളോ ചെയ്യത്തില്ല കേട്ടോ മാർക്കറ്റ്. 6 ആക്ക് പൊസിഷനിൽ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക.
നല്ല മൂവ് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റിയും കൂടെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി കുറവാണൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പേടി തോന്നത്തില്ല. ക്വാണ്ടിറ്റി കൂടുതലാകുമ്പോൾ നമുക്ക് പേടി തോന്നും. ആ ഒരു വ്യത്യാസമുണ്ട്. ക്വാണ്ടിറ്റി കുറവായിട്ട് നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ ബാക്കിയുള്ള ക്വാണ്ടിറ്റി നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 22,200 ആണ്, 200 PE ആണ് എടുത്തത്. നമ്മൾ 1,400 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസോളിലാണ് ഞാൻ ഇന്നത്തെ ട്രേഡ് എടുത്തത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.